നമസ്കാരം. ഇന്ന് നമ്മൾ മില്ലറ്റ് അഥവാ ചെറുധാന്യം വർഗത്തിൽപ്പെട്ട കൂവരക്, അതിനെ ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. റാഗി, പിന്നെ പഞ്ഞപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടും. റാഗി കൊണ്ടുള്ള അതീവ രുചികരമായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റാഗി അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. റാഗിയുടെ പ്രത്യേകിച്ച് മുളപ്പിച്ച റാഗിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. എല്ലാം വിശദീകരിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ആവർത്തിക്കുന്നില്ല. വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം. ഈ വർഷം 2023 മില്ലറ്റ് ഇയർ ആയിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. മില്ലറ്റ് ഇയർ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് വീഡിയോയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ റാഗി മുളപ്പിച്ച് പൊടിച്ച് സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു, അതുകൂടി ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. താല്പര്യമുള്ളവർക്ക് കാണാം. ഷുഗറും പ്രഷറും ഉള്ളവർക്കും ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ റാഗി. പ്രായഭേദമന്യേ കഴിക്കാവുന്ന റാഗി പലഹാരങ്ങൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. എല്ലാവർക്കും എവിടെയും കിട്ടുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ചീപ്പായിട്ടുള്ളതുമായ എന്നാൽ എളുപ്പത്തിൽ പാചകം ചെയ്യാനും പറ്റുന്ന ഒരു സൂപ്പർ ഫുഡായിട്ടാണ് റാഗി അറിയപ്പെടുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കാണാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി റാഗി അട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ നെയ്യും അതിലേക്ക് ഒഴിച്ച് വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമ്മൾ വറുത്ത 1 കപ്പ് റാഗിപ്പൊടി അതിലേക്ക് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് സ്പൂണിട്ട് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ അട വളരെ സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അത് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടയുടെ അകത്തെ ഫില്ലിങ് ശരിയാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് ശർക്കര ചീകിയതിടുക. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് അലിഞ്ഞു വരും. മണ്ണില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഒന്നും അരിക്കുന്നില്ല. ശർക്കര നന്നായി അലിഞ്ഞ ശേഷം നല്ല പഴുത്ത ഒരു ചെറിയ ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞതും അതിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് അല്പസമയം ഇളക്കി കൊടുക്കാം. മുളപ്പിച്ച റാഗിയിൽ വൈറ്റമിൻ ഡി ധാരാളമുണ്ട്. 1 കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർക്കാം. വൈറ്റമിൻ ഡി ശരീരത്തിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാറ്റും കൂടി വേണം. അപ്പം നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ അതിലുള്ള ഹെൽത്തി ഫാറ്റ് കൊണ്ട് വൈറ്റമിൻ ഡി ശരീരത്തിൽ അബ്സോർബ് ചെയ്യും. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത നട്ട്സ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഈ നട്ട്സും നെയ്യും ഓപ്ഷനിലാണ്. പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോൾ റാഗി അടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മളിത് വറ്റുന്നിടം വരെ, ഇപ്പോൾ ശർക്കരയുടെ വെള്ളമൊക്കെ കുറേ വറ്റിയില്ലേ, കുറച്ച് വറ്റണം. അതുപോലെ ഒന്ന് ഡ്രൈ ആയാൽ തീരെ അങ്ങ് വറ്റിക്കണ്ട. നമുക്കൊരു ചെറിയതായിട്ടൊന്ന് ഡ്രൈ ആവണം. എന്നാലേ അതിൽ നിന്ന് ഒഴുകാതിരിക്കുകയുള്ളൂ നമ്മൾ ആവിയിൽ പുഴുങ്ങുമ്പോൾ. ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഫ്ലെയിം തന്നെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ശർക്കര ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 5 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നുറുക്കി ഒരു ബൗളിലേക്ക് ഇടുക. ഷുഗർ ഉള്ളവർക്കും അല്പം സമാധാനത്തോടെ കഴിക്കാമല്ലോ, അതുകൊണ്ടാണ് ഇതിനകത്ത് ശർക്കര ഞാൻ ചേർക്കാത്തത്. ഒരു 8 ബദാം ഒന്ന് ചെറുതായി നുറുക്കി അതിലേക്ക് ഇടണം. പഴുത്ത ഏത്തപ്പഴം നുറുക്കിയത് ഒരു 1/4 കപ്പും ഒരു 1/4 കപ്പ് തിരുമ്മിയ തേങ്ങയും അതിലേക്ക് ഇടണം. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി അതിൽ ചേർക്കുക. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ഏലക്കാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് അത് പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. നമുക്കിനി നമ്മൾ നേരത്തെ അടച്ചു വെച്ച കൂവരകിൻ്റെ ആ മിക്സ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റിയൊരു പരന്ന ബൗൾ എടുക്കുക. അതിലേക്കത് മുഴുവൻ മാറ്റുക. എന്നിട്ട് കയ്യിൽ അല്പം വെള്ളം തൊട്ട് വേണം ഇനി ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. വെള്ളമോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും തൊട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതുകൊണ്ട് അതിന് നല്ല സോഫ്റ്റ്നെസ് വരും. നമുക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല ഇങ്ങനെ കുഴച്ചെടുക്കാനായിട്ട്. അല്പം എണ്ണ തൂത്താലും മതി. റാഗിപ്പൊടി കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ കഴിവ്
മുളപ്പിച്ച റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് വളരെ നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച റാഗിപ്പൊടിയിൽ എല്ലാ കണ്ടൻറ്റും കൂടുതലാണ്. അയണും പ്രോട്ടീനും വൈറ്റമിൻ സിയും ന്യൂട്രിയൻ കണ്ടൻസും വൈറ്റമിൻ B12 എല്ലാം വളരെ വളരെ കൂടുതലാണ്. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഉരുളകളാക്കി മാറ്റി വയ്ക്കുക. 1 കപ്പ് റാഗിപ്പൊടി കൊണ്ട് നമുക്കിതുപോലെയുള്ള 9 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ആവിയിൽ പുഴുങ്ങണമല്ലോ, അതിനുള്ള ഇല റെഡിയാക്കി വയ്ക്കാം. ഇലയൊന്ന് കഴുകി തുടച്ചെടുക്കണം. ഇല കിട്ടാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ ഉപയോഗിക്കാം. അപ്പം ഞാൻ കണ്ടില്ല, ഒന്ന് മടക്കി എടുക്കത്തക്ക വിധത്തിൽ മാത്രമാണ് ഇലയെ വാട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് വാട്ടിട്ട നമുക്കതിനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക, അത്രയേ ഉള്ളൂ. ഓരോ ഉരുളയായിട്ടെടുത്ത് ഒരിലയിൽ വെച്ച് കയ്യിൽ വെള്ളം ഒന്ന് നനയ്ക്കണം. എന്നിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇത് കുറച്ച് കൂടുതൽ നമ്പർ പരത്താനൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പരത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒന്ന് കൈ കൊണ്ട് വട്ടത്തിൽ ചെറിയതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം പുറത്തൊരു ഇലയും കൂടെ വെച്ചിട്ട് ചപ്പാത്തിയുടെ എടുത്ത് വളരെ സോഫ്റ്റായിട്ട്, ഞാനിപ്പോൾ സ്പീഡിലിട്ടതാണ്, സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കുക. പിന്നെ ഫില്ലിങ്ങിന് നമ്മൾ 2 ടൈപ്പ് ഉണ്ടാക്കിയല്ലോ. ഇത് ശർക്കര ചേർക്കാത്തതാണ്. ഇത് നമുക്ക് ഒരു 3 എണ്ണത്തിനേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഉണ്ടാക്കിയ ക്വാണ്ടിറ്റി. നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് ബാലൻസ് ചെയ്യാനായിട്ട് മുളപ്പിച്ച റാഗിക്ക് നാച്ചുറലി ഒരു കഴിവുണ്ട്. മുളപ്പിച്ച റാഗിയിൽ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയൊക്കെ അളവ് കൂടുതലാണ്. അപ്പോൾ ബോഡിയിലെ ഷുഗറിൻ്റെ അളവ് ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ചെയ്യപ്പെടും. അതായത് മുളപ്പിക്കാത്ത റാഗിയെക്കാട്ടിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് മുളപ്പിച്ച റാഗിക്ക്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, ഇമ്മ്യൂണിറ്റി കൂടും. അപ്പോൾ റാഗി നമ്മൾ പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് റെസിസ്റ്റൻസ് കിട്ടും ബോഡിക്ക്. അപ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയും. റാഗി നമ്മൾ മുളപ്പിച്ച് വറുത്ത് സൂക്ഷിച്ച് വെച്ചാൽ അത് വളരെ എളുപ്പമാണ്. അത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും. നമ്മൾ ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, ഒരുമിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ റാഗി അട വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത് കാരണം അതിൻ്റേതായിട്ടുള്ള റാഗിയുടെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസവും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതുപോലെ രുചികരമായിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കി നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ശർക്കര വെച്ചുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. ആദ്യത്തേത് 3 എണ്ണം ഉണ്ടായിരുന്നു ഡേറ്റ്സ് വെച്ചുള്ളത്. അപ്പോൾ ഇതും കൂടെ അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഡെയിലി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന പലഹാരങ്ങളെല്ലാം റാഗിപ്പൊടി കൊണ്ട് രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഇഡലി തട്ടിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി ഒരു 9 എണ്ണം ഉണ്ടായിരുന്നു. നമ്മൾ ശർക്കര വെച്ചുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയല്ല, അത് ഇത്രയും മാവിന് ധാരാളമാണ്. അതിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതിയാവുന്നു. ഡേറ്റ്സ് വെച്ചുള്ള ഫില്ലിങ് 3 എണ്ണത്തിന് വേണ്ടി വരും, അത്രയും മതിയാവും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൻ്റെ ഒരു പകുതിയോളം വെള്ളം വെക്കണം കേട്ടോ. ഇതൊരു 10-20 മിനിറ്റ് വേകണം. തിളച്ച് കഴിയുമ്പോൾ ഇതിനെ അതിലേക്ക് ഇറക്കി വയ്ക്കണം. തിളച്ചിട്ട് ഇറക്കി വയ്ക്കുമ്പോൾ നമുക്ക് സമയം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ വേണ്ടി വരും. ഈ അട സ്റ്റീമറിലേക്ക് വെച്ച് ഒരല്പം കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം, മീഡിയത്തിലാക്കാം. ഇപ്പോൾ അത് സമയമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്, വെന്തിട്ടുണ്ടത്. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കട്ടത്. ശർക്കര ചേർക്കാത്ത റാഗിയുടെ ഇത്. രണ്ടും ടേസ്റ്റിൽ ഒന്നിനൊന്ന് വെച്ചാൽ
ഇത് ജ്യൂസി അല്ലാന്നേ ഉള്ളൂ, അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ടിപ്സ് കൂടി കാണാം. നോൺ സ്റ്റിക്ക് പാന് സീസൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ 2 പാന് ഒരുമിച്ച് നോൺ സ്റ്റിക്ക് പാന് ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ്. ഒരെണ്ണം 20 സെൻറ്റിമീറ്ററും ഒരെണ്ണം 24 സെൻറ്റിമീറ്ററും ഡയമീറ്റർ. അപ്പോൾ ഈ വലിയ പാനൊന്ന് നമുക്ക് സീസൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. പുതിയ നോൺ സ്റ്റിക്ക് പാൻ വാങ്ങിയാൽ നമ്മളെപ്പോഴും സീസൺ ചെയ്തിട്ടേ ഉപയോഗിക്കാവുള്ളൂ. ആദ്യം നമ്മളൊന്ന് വെള്ളം നനച്ച ശേഷം അതിലേക്ക് ലിക്വിഡ് സോപ്പ് ഇത് ഒഴിക്കുക. എന്നിട്ടൊരു സ്പോഞ്ച് വെച്ച് നന്നായി കഴുകണം. അതിൻ്റെ അകവും പുറവും പിന്നെ അതിൻ്റെ ആ ഹാൻഡിലും ഒക്കെ എല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ ഫാക്ടറി ഇമ്പ്യൂരിറ്റീസും പിന്നെ വല്ല കെമിക്കൽസ് അതിലുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പാന് നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ ഒന്ന് റിൻസ് ചെയ്തെടുക്കാം. ശരിക്കും ഈ പാൻ സീസൺ ചെയ്യുന്നത് നമ്മൾ ഓയിൽ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു ടവലോ എല്ലാം കൊണ്ട് നന്നായിട്ട് തുടയ്ക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഈ പാൻ അതിലേക്ക് വെക്കണം. ഹൈ ഫ്ലെയിം വെക്കണ്ട, എപ്പോഴും മീഡിയമോ അല്ലെങ്കിൽ ബിലോ ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഈ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂണോ കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനൊന്ന് ഒരു ബ്രഷോ എല്ലാം കൊണ്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സ്മോക്കിംഗ് ടെമ്പറേച്ചറുണ്ട്. ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 3-4 മിനിറ്റ് എടുത്ത് കാണും. ഒരു ബിലോ മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വരും. ഇതാണ് സ്മോക്ക് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അതിൽ നിന്ന് നന്നായിട്ട് പുക വരാൻ തുടങ്ങും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അത് നന്നായിട്ട് തണുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂറായി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് തുണിയോ കൊണ്ട് നന്നായിട്ട് ആ എണ്ണ എല്ലാം അങ്ങ് തുടച്ച് മാറ്റണം. നോൺ സ്റ്റിക്ക് പാൻ എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടോടെ വെള്ളത്തിൽ അപ്പം തന്നെ കഴുകരുത്. ഒന്ന് തണുത്ത ശേഷമേ കഴുകാവൂ, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് ഇളകിപ്പോകും. മെറ്റൽ സ്പൂൺ ഉപയോഗിക്കരുത്, സിലിക്കോൺ അല്ലെങ്കിൽ വുഡൻ സ്പാച്ചില ഉപയോഗിക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ലിക്വിഡ് സോപ്പും ഒരു സ്പോഞ്ചും കൊണ്ട് ഒന്നുകൂടെ നന്നായി കഴുകിയെടുക്കുക. പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സോപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം കഴുകിയാൽ മതി. പിന്നെ ഇത് എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൈലോൺ സ്ക്രബ്ബറോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഉപയോഗിക്കുക. നമുക്ക് കഴുകാനായിട്ട് സ്പോഞ്ചിന് പകരം ഇതുപോലെ നൈലോൺ സ്ക്രബ്ബറും ഉപയോഗിക്കാം. ഇങ്ങനെ സീസൺ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോട്ടിങ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഫാക്ടറി ഇമ്പ്യൂരിറ്റീസോ മറ്റേ അഴുക്കുകളൊക്കെ കെമിക്കൽസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ അധികം ഓയിൽ വേണ്ടി വരില്ല. കണ്ടില്ലേ, പാനിപ്പം നന്നായിട്ട് സീസൺ ചെയ്തിട്ടുണ്ട്, റെഡി ടു കുക്കായിട്ടുണ്ട്. നമുക്കിനി അതിൽ കുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റാഗി അട ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.